ഫിലിപ്പിയ ലേഖനമാണ് നമ്മൾ ഈ സെഷനിൽ ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം അധ്യായമാണ്. രണ്ടാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്ത് നാം പഠിക്കുന്നത്. 5-ാം വാക്യം നമുക്ക് ഇങ്ങനെ കാണാം: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. 5-ാം വാക്യത്തിൽ പറയുന്ന ക്രിസ്തുയേശുവിലുള്ള ഭാവം, അതാണ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മനസ്സ്, ഈ സ്വഭാവം നമുക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ പാസേജിന് യേശുക്രിസ്തുവിലുള്ള സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശയം, അതാണ് ഇതിൻ്റെ പ്രധാന ആശയമെങ്കിലും ദൈവശാസ്ത്രപരമായി വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമായി ചരിത്രത്തിലെമ്പാടും ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ള, ഒരുപാട് ഉപദേശങ്ങളും അതുപോലെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ദുരുപദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പാസേജ് കൂടെയാണ് എന്നുള്ളത് കൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് എന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഇംഗ്ലീഷിൽ കൂടെ ആ പാസേജ് ഒന്ന് നോക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ: ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്, who being in the form of God did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bondservant and coming in the likeness of men. And being found in appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross. നമുക്ക് ഈ പാസേജാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ഇത് മറക്കരുത്. 5-ാം വാക്യത്തിൽ പറയുന്ന യേശുക്രിസ്തുവിന്റെ മനസ്സ് ദൈവസഭ ഐക്യതയിൽ ഒരുമിച്ച് നിൽക്കുന്നതിൽ ആവശ്യമായിരിക്കേണ്ടത് ക്രിസ്തുവിലുള്ള താഴ്മയുള്ള മനോഭാവം, ക്രിസ്തുവിന്റെ വിനയ മനോഭാവം. അതാണ് ദൈവസഭ 1-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്ന ആ ഐക്യതയിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞിട്ട്, ദൈവസഭയ്ക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞിട്ട്, ആ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഈ ഭാവം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിലുള്ള നിരവധി സ്വഭാവ വിശേഷതകളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് താഴ്മ എന്ന, വിനയമെന്ന ഭാവമാണ്, സൗമ്യത എന്ന ഭാവമാണ്. ദൈവസഭയുടെ ഐക്യതയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി അനിവാര്യമായിരിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള ഈ മനസ്സ്, ഈ സ്വഭാവമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതുപോലെ ഇതിൻ്റെ ദൈവശാസ്ത്ര മേഖലകൾ കൂടെ നമുക്ക് കഴിയുന്ന വിധത്തിൽ ചിന്തിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് ഇതിനെ ചിന്തിക്കുവാനും കഴിയുമാറാകട്ടെ. ഞാൻ 5-ാം വാക്യം കഴിഞ്ഞ് 6-ാമത്തെ വാക്യത്തിൽ നിന്നും ചിന്തിച്ച് തുടങ്ങുകയായിരുന്നു ഒടുവിലത്തെ നമ്മുടെ ഈ സെഷനിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നത്. യേശു ക്രിസ്തു ഹു ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്, ക്രിസ്തു യേശു ദൈവത്തിന്റെ രൂപത്തിൽ ആയിരുന്നപ്പോൾ ആയിരിക്കെ തന്നെ, ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെ, അല്ലെങ്കിൽ ആ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ എന്ന ആശയം വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. ഇത് ക്രിസ്തുവിന്റെ പ്രീ ഇൻകാർണേറ്റ് എക്സിസ്റ്റൻസിനെ കാണിക്കുന്നതാണെന്ന് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചു. യേശുവിന്റെ ആരംഭം എന്ന് പറയുന്നത് ബത്ലഹേമിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബത്ലഹേമിലെ മാങ്ചറിൽ യേശുവിന്റെ മനുഷ്യ അവതാരം, അല്ലെങ്കിൽ മനുഷ്യ മാനിഫെസ്റ്റേഷൻ ഇൻ ദ ഫോം ഓഫ് മാൻ ആണ് ഉണ്ടാകുവാനിടയായത്. എപ്പിഫാനി ആണ് അവിടെ സംഭവിക്കുവാനിടയായത്. യേശു മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പിറന്നതാണ് ബത്ലഹേമിലെ മാൻചറിൽ സംഭവിക്കുവാൻ ഇടയായത്. മീഖ പ്രവചനം 5:2 പറയുന്ന വാക്യം അതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ, ഹീസ് എവർലാസ്റ്റിംഗ് എന്നാണ്
ഹി വാസ് ദെയർ ഇൻ എവർലാസ്റ്റിംഗ് ഓർ ഇൻ പാസ്റ്റ് എറ്റേണിറ്റി ഹി വാസ് ദെയർ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ബട്ട് ഹിസ് മാനിഫെസ്റ്റേഷൻ ഇൻ ഹ്യൂമൻ ഫോം വാസ് ഹാപ്പൻഡ് ഓർ ടുക്ക് പ്ലേസ് അറ്റ് ദ മാഞ്ചർ അറ്റ് ബത്ലഹേം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ബീയിങ് രൂപത്തിൽ ഇരിക്കെ, ആയിരിക്കെ, ഏത് രൂപത്തിൽ? ദൈവത്തിന്റെ രൂപത്തിൽ ഇരിക്കെ, ആയിരിക്കെ എന്നുള്ളത് ഒരു പുരാതന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരുന്നത് കണ്ടു. ഹുപ്പർക്കൈൻ എന്ന പദമാണ്. ഇതെല്ലാം ദൈവശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള പദമായതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹുപ്പർക്കൈൻ എന്ന പദമാണ്. അതിന്റെ അർത്ഥം വെരി എസൻസ് എന്നുള്ളതാണ്. മനുഷ്യന്റെ വെരി എസൻസ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിന്റെ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അയാൾക്ക് മാറ്റം വരാത്ത, ഒരിക്കലും മാറാത്ത വ്യക്തിത്വം, വിച്ച് കനോട്ട് ബി ചേഞ്ച്. ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്വത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. അത് എന്നും ബീയിങ് divinity of Christ Jesus will be forever, from everlasting to everlasting. മനുഷ്യനായി പിറന്നാലും യേശുവിലുള്ള ഡിവിനിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല, ഡൈറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനെ പല ദൈവശാസ്ത്രകാരന്മാരും ആ വിധത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ പല വിധത്തിൽ യേശുവിന്റെ ദൈവത്വം ഒഴിച്ചു വച്ചിട്ട് യേശു പൂർണ്ണ മനുഷ്യനായി, വെറും ഒരു മനുഷ്യനായി മാത്രം ഭൂമിയിൽ വന്നു എന്ന് പറയുന്ന ഹെരസിയുണ്ട്. ആ രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള ദുരുപദേശമുണ്ട്. പിന്നെ യേശുവിന്റെ ഒരു വേഷപ്രച്ഛന്നത മാത്രമായിരുന്നു മനുഷ്യരൂപം ഭൂമിയിലായിരുന്നപ്പോൾ, അവൻ യഥാർത്ഥത്തിൽ ദൈവം മാത്രമായിരുന്നു എന്ന് പറയുന്ന ഹെരസിയുണ്ട്. ഇതൊക്കെ ഉള്ള ലോകത്ത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഹ്യുപ്പർക്കൈൻ എന്ന പദം എടുത്തു വച്ചിരിക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ദൈവരൂപം എന്നുള്ളത് യേശുവിന് ഒരിക്കലും ത്യജിക്കാൻ കഴിയുന്നതല്ല, വെടിയാൻ കഴിയുന്നതല്ല. അത് യേശുവിന്റെ എസൻസ് ആയിട്ടുള്ള ഫോമാണ്. ദാറ്റ് വിൽ ബി ഫോർ എവർ, എന്നേക്കും അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ആ വാക്യത്തിന്റെ ആരംഭഭാഗത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത്. ഓക്കെ, ഫോം എന്നുള്ള പദം അല്ലെങ്കിൽ രൂപം എന്നുള്ള പദം, ദൈവരൂപത്തിലിരിക്കെ എന്നാണല്ലോ നമ്മൾ വായിച്ചത്. രൂപം എന്നുള്ള പദം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ മോർഫെ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മോർഫെ എന്ന പദം, ഗ്രീക്കിൽ മോർഫെ എന്ന പദം, അതും ഒരു ആൻഷ്യന്റ് ആയി പുരാതന ഗ്രീക്ക് പദമാണ്. ക്ലാസിക്കൽ ഗ്രീക്കിലെ ഒരു പദമാണ് മോർഫെ എന്ന പദമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് always signifies a form which truly and fully expresses the being which underlies it. The words mean the being of an equality with God. കെനഡി എന്ന ദൈവശാസ്ത്രകാരൻ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ദൈവത്തോടുള്ള സമത്വത്തെ കാണിക്കാനാണ് മോർഫെ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവരൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ദൈവം തന്നെയാണ്. ഹി ഈസ് ഗോഡ്. ദൈവത്തോട് സമനാണ്, ഈക്വൽ വിത്ത് ഗോഡ് ഓർ ഈക്വാലിറ്റി വിത്ത് ഫാദർ ആൻഡ് ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവും ദൈവം തന്നെയാണ്. ദൈവരൂപം എന്ന പദം, മോർഫെ എന്ന പദം, ഈക്വാലിറ്റിയെ കാണിക്കുന്ന പദമായിട്ടാണ് പുരാതന ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മോർഫെ എന്ന പദം ഇസ് ദ എസെൻഷ്യൽ ഫോം വിച്ച് നെവർ ഓൾട്ടേഴ്സ്. അതിന് മാറ്റം വരാനായിട്ട് പറ്റത്തില്ല. ആ രൂപത്തിന് അല്ലെങ്കിൽ ദൈവത്വം എന്ന ആ അവസ്ഥയ്ക്ക്, ആ രൂപത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. മോർഫെ എന്നത് ഇന്നർ എസൻസ് ആയിട്ടുള്ള ഫോമിനെ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ ഗ്രീക്കിൽ സ്കീമ എന്ന പദം, മറ്റൊരു പദം സ്കീമ എന്ന പദമുണ്ട്. അത് മാറുന്ന രൂപമാണ്, പുറമേയുള്ള രൂപമാണ്. അതാണ് സ്കീമ എന്ന് പദം കൊണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്കീമ എന്ന പദം അല്ല. എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന രൂപം എന്ന ആശയത്തിലല്ല ഇവിടെ ദൈവരൂപത്തിലിരിക്കെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കീമ എന്ന പദമാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്, അങ്ങനെ മാറുന്നതായിരുന്നെങ്കിൽ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി അല്പം കൂടെ അവിടെ നിന്ന് നമുക്ക് ഒന്ന് സിമ്പിളായിട്ട് ചിന്തിക്കാം. വെള്ളം എന്ന പദം അല്ലെങ്കിൽ വെള്ളം, വാട്ടറിന് എത്ര ഫോം ഉണ്ട്? 3 ആണോ അതോ 4 ആണോ? എനിക്കറിയത്തില്ല. ഓക്കെ, 3 എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ചിലർ 3 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ കുടിക്കാനും കുളിക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം, ദ്രവരൂപത്തിലുള്ള ഫോം അല്ലെ? പ്രൈസ് ദി ലോർഡ്. അപ്പോ വാട്ടർ, അത് ഒരു ഫോമാണ്. എന്നാൽ വാട്ടർ തന്നെ 0 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിനെ ബേസ് ചെയ്താണ് ബാക്കി ടെമ്പറേച്ചർ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളം 0 ഡിഗ്രി ആകുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? ഐസ് ആകും. അതും വെള്ളമാണോ? ആണ്. പക്ഷേ എന്ത് ഫോമിലാണ്? അത് ഖരരൂപത്തിലാണ്, സോളിഡ് ആണ് അല്ലെ? ഖരരൂപത്തിലാണ് അതിരിക്കുന്നത്.
സാഹചര്യം തണുപ്പ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 0 ഡിഗ്രിയിലേക്ക് അറ്റ്മോസ്ഫിയർ മാറിയപ്പോൾ ആ വെള്ളം തന്നെ എന്തായി മാറി? ഐസായി മാറി. ഇനി ഇതിനെ ചൂടാക്കി 100 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഇത് എന്ത് സംഭവിക്കും? അത് ആവിയായി മാറും, നീരാവിയായി, സ്റ്റീമായി മാറും. സ്റ്റീമിനെ നമുക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് കാണാം, പക്ഷേ ആ നീരാവി, അല്ലെ? പ്രൈസ് ലോർഡ്. ഇനി പ്ലാസ്മ എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് എനിക്കറിയത്തില്ല. എനിവേ, നമുക്ക് തൽക്കാലം ഈ 3 സംഭവങ്ങൾ എടുക്കാം. നോക്കൂ, വെള്ളം, ഐസ് അല്ലെങ്കിൽ ഘനീഭവിച്ച രൂപം, നീരാവി അല്ലെങ്കിൽ ബാഷ്പീകരിച്ച രൂപം. ഘനീഭവിച്ചതും ബാഷ്പീകരിച്ചതും സാധാരണ വെള്ളവുമായ 3 രൂപം. എന്താ കാരണം? സാഹചര്യം മാറി. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് പുറമേയുള്ളതിന്, പക്ഷെ ഈ വെള്ളത്തിന്റെ ഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? H2O എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റമില്ല. ഏത് ഫോമിലാണെങ്കിലും H2O എന്നുള്ളതിന് മാറ്റമില്ല. H2O എപ്പോഴാണോ വിഘടിക്കുന്നത് പിന്നെ അത് വെള്ളമല്ല, H ആയി മാറും, O ഓക്സിജനായി മാറും. ഹൈഡ്രജനും ഓക്സിജൻ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 മൂലകങ്ങളായി മാറുകയാണ്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമായി അത് മാറുകയാണ്. അതല്ലാത്തടത്തോളം, ഇത് വിഘടിക്കാത്തടത്തോളം വെള്ളം തിളപ്പിച്ചാൽ നീരാവിയാകുന്നു, അപ്പോഴും അത് H2O ആണ്. അത് ജലമായിരിക്കും, വാട്ടർ ആയിരിക്കുമ്പോഴും അത് H2O ആണ്. അത് ഐസ് ആയിരിക്കുമ്പോഴും അത് എന്ത് തന്നെയാണ്? H2O ആണ്. ഈ H2Oക്ക് എന്തില്ല? മാറ്റമില്ല. ആമേൻ. ഇതിനെ കാണിക്കാനാണ് ഞാൻ ഉദാഹരണമായി പറയും. H2O എന്ന് പറയുന്നത് മോർഫെയാണ്. മോർഫെ. ആമേൻ. എന്നാൽ ഈ പുറമേയുള്ള വെള്ളത്തിന്റെ നമ്മൾ കാണുന്ന പുറമേയുള്ള രൂപത്തിന് മാറ്റം വരുമ്പോൾ അതെന്തായി മാറുന്നു? ഇവിടെ നമ്മൾ കണ്ടതുപോലെ അത് സ്കീമ ആയി മാറുന്നു. സ്കീമ, മറ്റത് മോർഫെ, ഇത് സ്കീമ. ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്കീമ എന്ന പദമല്ല, മോർഫെ എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ യേശു എല്ലാ കാലത്തും ദൈവരൂപത്തിൽ തന്നെയാണ്. ഹിസ് ഡിവിനിറ്റി, ഹിസ് ഡെയിറ്റി ഈസ് ഫോർ എവർ, നോ ചേഞ്ച് ഇൻ ഹിസ് ഡിവിനിറ്റി. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നാലും എന്തിനു മാറ്റം വരുന്നില്ല? ദൈവരൂപത്തിന്, ഡെയിറ്റിക്ക് മാറ്റം വരുന്നില്ല എന്ന് കാണിക്കാനാണ് അപ്പോസ്തലൻ ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പോ ഇതാണ് ഇവിടുത്തെ ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനെ വിശദീകരിക്കുന്ന ഒത്തിരി ദൈവശാസ്ത്രകാരന്മാർ, ഈ ആശയത്തിൽ ചിന്തിക്കുന്ന ഒത്തിരി പേര് ഇതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ഹാസ് എ ഫോം, ദൈവത്തിന് രൂപമുണ്ട്. ആൻഡ് ജീസസ് ക്രൈസ്റ്റ് എക്സിസ്റ്റ് ഇൻ ദിസ് ഫോം ഓഫ് ഗോഡ്. ദൈവത്തിന് രൂപമുണ്ട്, യേശുക്രിസ്തു ആ ദൈവരൂപത്തിലാണ് ഇരിക്കുന്നത്. അഥവാ യേശുക്രിസ്തു ആരാണ്? ദൈവമാണ്. ദൈവത്തിന്റെ രൂപം യേശുക്രിസ്തുവാണ്, യേശുക്രിസ്തുവിന്റെ രൂപം ദൈവമാണ്. രണ്ടും ഒന്നാണ് എന്ന ആശയത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ഒരു ദൈവശാസ്ത്രം പറഞ്ഞത്, ഇഫ് യു ട്രൂലി സീ ഗോഡ് യു വിൽ ഫൈൻഡ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ സത്യമായും ദൈവത്തെ അന്വേഷിച്ചാൽ ഷുവർലി യു വിൽ ഫൈൻഡ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ ഉറപ്പായും ആരെ കണ്ടെത്തും? യേശുക്രിസ്തുവിനെ കണ്ടെത്തും. കാരണം അവിടുന്ന് എക്കാലത്തും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ മറ്റൊരു ദൈവശാസ്ത്രൻ, വേസ്റ്റ് എന്ന് പറയുന്ന ദൈവശാസ്ത്രകാരൻ വിശദീകരിക്കുന്നത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം മോർഫെ എന്ന പദം, ഇത് മറക്കരുത്, മോർഫെ എന്ന പദം മാറ്റമില്ലാത്ത, മാറ്റം വരാത്ത ആ രൂപം, ഒരിക്കലും മാറാത്ത എസൻസ് ആയിട്ടുള്ള ആ രൂപം, മോർഫെ എന്ന പദം മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് എനിക്ക് H2O ഉദാഹരണം പറയേണ്ടി വന്നത്. രൂപം എന്നുള്ളതിന് നമ്മൾ രൂപം എന്ന് പറയുമ്പോൾ, ഫോം, രൂപം എന്ന് പറയുമ്പോൾ, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും പറയുമ്പോൾ നമുക്കൊരു ഷെയ്പ്പാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെ? ഒരു ഷെയ്പ്പാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വെൻ വി യൂസ് ദ വേർഡ് ഫോം വി തിങ്ക് ഓഫ് ദ ഷേപ്പ് ഓഫ് സംതിങ്. എന്തിന്റെയെങ്കിലും രൂപത്തെ നമ്മുടെ മനസ്സിലേക്ക് വരും. മരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും? ഒരു മരത്തിന്റെ രൂപം വരും, അല്ലെ? ബട്ട് ദ ആൻഷ്യൻ ഗ്രീക്ക് വേർഡ് ഹാഡ് നൺ ഓഫ് ദാറ്റ് ഐഡിയ. ഇവിടെ വെച്ചിരുന്ന മോർഫെ എന്ന പദത്തിന് ഈ ഒരു രൂപം, ഷെയ്പ്പ് എന്നുള്ള ആശയം ഇല്ല. ഷെയ്പ്പ് എന്നുള്ള അർത്ഥം അതിന് ഇല്ല. രൂപം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ ദ ഐഡിയ ഓഫ് മോഡ് ഓഫ് ആൻ എസൻസ്. ഒരു H2O എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എസൻസിനെ, അതിന്റെ സ്വരൂപത്തെ കാണിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും എസൻഷ്യൽ ആയ കാര്യത്തെ, എസൻസിനെ കാണിക്കുവാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് ദ എസൻഷ്യൽ നേച്ചർ ഓഫ് ഗോഡ് വിതൗട്ട് ഇംപ്ലൈങ് എ ഫിസിക്കൽ ഷേപ്പ് ഓർ ഇമേജ്. ഒരു ഭൗതികമായ രൂപമോ ഒരു സ്വരൂപമോ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു രൂപത്തെ കാണിക്കാൻ കഴിയാതെ വണ്ണമുള്ള ദൈവത്തിന്റെ എസൻഷ്യൽ സ്വഭാവത്തെയാണ്
ഇവിടെ മോർഫേ എന്ന പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. Thus the Greek word for form refers to that outward expression which a person gives in his inmost nature. അപ്പോൾ ഗ്രീക്കിൽ ഈ പദം ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ പുറമേയുള്ള എക്സ്പ്രഷൻ, അകത്തെ എസൻസിന്റെ പുറമേയുള്ള എക്സ്പ്രഷനെ കാണിക്കുവാൻ വേണ്ടിയാണ്. എന്താണോ അകത്തെ എസൻസ്, അതിന്റെ പുറമേയുള്ള എക്സ്പ്രഷനെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ പദം ഗ്രീക്കിൽ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇത് പരിഭാഷ ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. മറ്റു ഭാഷകളിൽ ഇത് പരിഭാഷ ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ് എന്ന് പറയുന്നത്. ചില ഭാഷകൾക്ക് അതിൻ്റെതായ സംസ്കാരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, വേർഡ് ഡെവലപ്പ് ചെയ്തു വന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അവിടുത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. അത് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് കൃത്യമായ ആശയത്തെ പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അതിനെ പരിഭാഷ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോം എന്ന പദം, ഫോം ഓഫ് ഗോഡ് എന്ന പദം കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരരുത്. അതുകൊണ്ടാണ് ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത്, ദൈവം നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്ത് കണ്ടില്ല? ഒരു രൂപവും കണ്ടില്ല. ദൈവത്തിന് രൂപം ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം, നിങ്ങൾ കണ്ടില്ല. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രൂപമല്ല ദൈവത്തിൻ്റെത്. ദൈവത്തിന്റെ രൂപം നിങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു ഇമേജിനോടും ദൈവത്തിന്റെ രൂപത്തെ നിങ്ങൾ സദൃശമാക്കരുത്, ഉപമിക്കരുത്. ആരാധനയ്ക്ക് വേണ്ടി ഒരു വിഗ്രഹവും ഒരു ഇമേജും നിങ്ങൾ ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് ഉണ്ടാക്കരുത്. ദൈവം എന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു രൂപവും ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. ചിലർ പറയാറുണ്ട്, വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു, 2 കെരൂബുകളെ പെട്ടകത്തിന്, കൃപാസനത്തിൽ, അതും കൃപാസനത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത്, ദൈവ മഹത്വം വെളിപ്പെടുന്നിടത്ത്, ദൈവ തേജസ് വെളിപ്പെടുന്നിടത്ത്, ദൈവത്തിന്റെ ആ മേഘം വെളിപ്പെടുന്നിടത്ത്, അല്ലെ, എബ്രായ ഭാഷയിൽ ഷെഖന എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന അവിടെ 2 കെരൂബുകളെ അടിപ്പുപണിയായി ഉണ്ടാക്കി വെക്കാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞ ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പിന്നെ ശലോമോൻ ദൈവാലയം പണിയുമ്പോഴേക്കും ദേവദാരു കൊണ്ടുള്ള ആ ചുവരുകളിലും തൂണുകളിലും ഒക്കെ പലതും കൊത്തിവെച്ചു. പല രൂപങ്ങളും അദ്ദേഹം ചിത്രപ്പണി ചെയ്തു വെച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നതിനെ ദൈവം തന്നെ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്, വാഗ്ജയത്തിന് വേണ്ടി വാദിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞ് ആരാധിക്കാൻ, ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കാൻ, ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ ഒരു രൂപമുണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ അതിനെ വണങ്ങുകയോ ചെയ്യരുത്. ആകാശത്തിന് കീഴിലോ ആകാശത്തോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയുണ്ടാക്കി ഇതിനെ ദൈവമെന്ന് പറഞ്ഞ്, ഇതാണ് ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കരുത് എന്നാണ് ദൈവം പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ അതേ ദൈവത്തിന്റെ ആലയത്തിൽ കെരൂബുകളെ ഉണ്ടാക്കാൻ പറഞ്ഞു. എന്താ കാരണം? അതൊരു അടയാളമാണ്. എന്താണ് അടയാളം? ദൈവം സ്വർഗത്തിൽ കെരൂബുകളുടെ നടുവിൽ വസിക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കെരൂബുകളെ ഉൾപ്പെടെ കണ്ട പ്രവാചകന്മാരെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം, അല്ലെ? സെറാഫുകളെ കണ്ട യെശയ്യാവിനെ കാണുന്നു, കെരൂബുകളെ കണ്ട യഹസ്കേലിനെ കാണുന്നു. മോശ എഴുതുമ്പോൾ ഏദൻ തോട്ടത്തിന് കാവൽ നിൽക്കാനായിട്ട് കെരൂബുകളെ കൽപ്പിച്ചാക്കിയത് നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ മറ്റ് പലതിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവത്തിന്റെ രൂപം മാത്രം എന്ത് ചെയ്തിട്ടില്ല? ആരും കണ്ടിട്ടില്ല. മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം, അങ്ങയുടെ രൂപം എനിക്ക് കാണണം എന്ന് പറഞ്ഞു മോശ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വെളിപ്പെടുത്താം, പക്ഷേ നീ എൻ്റെ പുറകുവശം മാത്രം കാണും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബാക്കി എല്ലായിടത്തും നമ്മൾ നോക്കിയാൽ ദൈവം പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം പൂർണ്ണതയോടെ ദൈവത്തെ മഹത്വത്തോടെ കാണാൻ മനുഷ്യന് ഇനിയുമായിട്ടില്ല, വളർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയാവോ? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ രാപ്പകൽ ആരാധിക്കും. അന്ന് മാത്രമേ നമ്മൾ ദൈവത്തെ മുഖാമുഖമായി കാണുകയുള്ളൂ. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അന്ന് നാം അറിയേണ്ടതുപോലെ അറിയുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശന്മാരാകും എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ എപ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റുന്നത്? നാം തേജസ്കരിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് ക്രിസ്തു ആയിരിക്കുന്നത് പോലെ തന്നെ കാണുന്നത് കൊണ്ട്, ക്രിസ്തുവിനോട് അനുരൂപരായി രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്, only after we have been glorified we will see God face to face. അന്ന് അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ രൂപം ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ എസൻസ്, എന്നാൽ അതിന്റെ എക്സ്പ്രഷൻ, യേശുവിന്റെ ദൈവത്തിന്റെ എക്സ്പ്രഷൻസ്
എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാ കാണുന്നത്? ദൈവത്തിന് ഭുജമുണ്ട്, അല്ലെ? നീട്ടിയ ഭുജം കൊണ്ടും. ഹല്ലേലൂയ. ദൈവത്തിന് വിരലുകളുണ്ട്, യഹോവയുടെ വിരലുകൾ കൊണ്ട് എഴുതി എന്ന് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ആ രൂപത്തിന്റെ എക്സ്പ്രഷൻസ് ആണ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഫോമിന്റെ എക്സ്പ്രഷൻസ് ആണ് ഇതിലെല്ലാം നമുക്ക് കാണുവാനായിട്ട്. എന്റെ പുറകുവശം കാണും എന്നൊക്കെ പറയുമ്പോൾ എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പദമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മോർഫ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. ആ ദൈവത്വത്തിന് ഒരു നാളും മാറ്റമില്ല. മനുഷ്യനായി ഭൂമിയിൽ വന്നാലും അതിന് മാറ്റമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബീയിങ് Paul tells us that Christ Jesus, being first in the form of God, took the form of a servant. The meaning must be that he possessed originally the essential attributes of deity and assumed in addition the essential attributes of humanity. He was perfect God, he became perfect man. യേശു പൂർണ്ണ ദൈവമാണ്. അവൻ ആരായിത്തീർന്നു? പൂർണ്ണ മനുഷ്യനും ആയിത്തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവരൂപത്തിലിരുന്ന ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച്, അതെങ്ങനെ ഒഴിച്ചു എന്നുള്ളത് പുറമേയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ. അവിടേക്ക് വരുമ്പോൾ നമുക്കത് ചിന്തിക്കാം. പക്ഷെ അവൻ ഏത് രൂപത്തിലിരുന്നു? ദൈവരൂപത്തിൽ ഇരുന്നു. അവൻ എന്ത് രൂപം എടുത്തു? ദാസരൂപം എടുത്തു. മനുഷ്യവേഷത്തിൽ വിളങ്ങി എന്ന് പറഞ്ഞാൽ ദൈവരൂപം അല്ലെങ്കിൽ ഡെയ്റ്റി വെടിഞ്ഞിട്ട് യേശു ദാസരൂപം എടുത്തെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ഇൻ അഡീഷൻ, അതിനോട് ചേർന്ന് അവൻ എന്തെടുത്തു? ദാസരൂപം എടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതേ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കും അത് സന്തോഷമായി തീരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. നമുക്കതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഈ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, 6-ാം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം. അവിടെ നിന്ന് എന്ത് ചെയ്തു? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. ഇവിടെയാണ് ഇമ്പോർട്ടൻസ്. എന്ത്? യേശു വെടിഞ്ഞു എന്നുള്ളത്. ഡെയ്റ്റി അല്ല വെടിഞ്ഞത്. did not consider it robbery to be equal with God. ഇവിടെ ഇംഗ്ലീഷിലെ തർജ്ജമയേക്കാൾ മനോഹരമായി മലയാളത്തിലെ തർജ്ജമയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മലയാളം ഈസ് ബ്യൂട്ടിഫുൾ, ബെറ്റർ ദാൻ ഇംഗ്ലീഷ് ഓവർ ഹിയർ ഇൻ ദിസ് case of translation. നോക്കൂ, ഇവിടെ it did not consider it robbery to be equal with God. ഈ consider it robbery എന്നുള്ള പദത്തെ ചൊല്ലി ഒത്തിരി വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും explanations, interpretations, arguments and debates ഒത്തിരി നടന്നിട്ടുള്ള. പക്ഷെ മലയാളത്തിൽ വളരെ മനോഹരമായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. സമത്വം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. did not consider robbery to be equal with God. പക്ഷെ ഇവിടെ മലയാളത്തിൽ എന്താ പറയുക? മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരിക്കുന്ന ഒന്ന്, അത് ഞാനത് വിട്ടുമാറുന്ന പ്രശ്നമില്ല, ഞാനത് വിടത്തില്ല എന്ന് വിചാരിക്കാതെ. ബ്യൂട്ടിഫുള്ളി ട്രാൻസ്ലേറ്റഡ് അല്ലെ? അപ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എത്ര മനോഹരമായ ഒരു ജോലിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷുകാർക്ക് പോലും ഈ വിഷയത്തിൽ NKJV ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവർക്ക് പോലും പറ്റാത്ത മനോഹരമായ ഒരു ജോലി. പറ്റാത്തെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ താഴ്ത്തി പറയുകയല്ല. ദാറ്റ്സ് എ ഗ്രേറ്റ് എഫർട്ട്, ഗ്രേറ്റ് വർക്ക് ടു ബി അപ്രീഷിയേറ്റഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. ആമേൻ. ഓക്കെ, നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. Did not consider it robbery. The ancient Greek word in this phrase has the idea of something being grasped or clung to. നോക്കൂ, ഒന്നിനെ പിടിച്ചു വെച്ചോളൂ. അതാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ്. മലയാളത്തിൽ വായിച്ചതോടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ല. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു മനസ്സിലാക്കാൻ ആശയത്തിന് it is little difficulty we have when we read in English, but in Malayalam it is very easy to understand the meaning, core meaning of the statement. Okay, the ancient Greek എന്താ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്? being grasped or clung to. എന്താണോ ആയിരിക്കുന്നത് അതിനെ മുറുകെ പിടിച്ചുകൊള്ളണം, അതിനോട് പറ്റിപ്പിടിച്ചിരിക്കണം എന്ന് വിചാരിക്കാതെ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, കസേര വിടാതെ പിടിച്ചിരിക്കുന്നു, കസേര വിടത്തില്ല എന്ന് പറഞ്ഞതുപോലെ. പണ്ട് ആരോ ഇടയ്ക്ക് ഒരു തമാശ പോലെ പറഞ്ഞു, സ്വർഗത്തിൽ എല്ലാവരും ചെന്നപ്പോൾ ദൈവം എഴുന്നേറ്റ് അവരെ സ്വീകരിച്ച് അകത്തേക്ക് പ്രവേശിപ്പിച്ചു. കേരളത്തിൽ നിന്ന് ഒരാൾ ചെന്നപ്പോഴേക്കും ദൈവം ഇരുന്നുകൊണ്ട് കൈ കൊടുത്ത് പറഞ്ഞു അകത്തോട്ട് വയ്ക്കണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. അദ്ദേഹം ചോദിച്ചു,
എന്താ ബാക്കി എല്ലാവരും വന്നപ്പോൾ ദൈവം എഴുന്നേറ്റ് അവരെ അകത്തേക്ക് കൈകൊടുത്ത് സ്വീകരിച്ചു. ഞാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കേരളത്തിൽ നിന്നുള്ള ആളല്ലേ, മലയാളിയല്ലേ, എഴുന്നേറ്റ ഇവിടെ കയറി നീ ഇരുന്ന് കളയും. അതുകൊണ്ടാ ഞാൻ നിന്നെ എഴുന്നേക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ സ്വീകരിച്ചതെന്ന് തമാശയായിട്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. യേശു എന്ത് ചെയ്തു? തൻ്റെ ആ പദവി, ആ പ്രിവിലേജ്, ആ സ്ഥാനം എന്ത് ചെയ്തില്ല? മുറുകെ പിടിച്ചില്ല. ജീസസ് ഡിഡ് നോട്ട് ക്ലിങ് ടു ദ പ്രിറോഗറ്റീവ്സ് ഓർ പ്രിവിലേജസ് ഓഫ് ഡൈറ്റി. ഡൈറ്റി അല്ല മുറുകെ പിടിക്കാത്തത്, ഡൈറ്റി വിട്ടിട്ടില്ല, പക്ഷെ പ്രിവിലേജസ് ഓഫ് ഡൈറ്റി. മനസ്സിലായോ? പ്രിവിലേജസ് ഓഫ് ഡൈറ്റി മറന്നു പോകരുത്. എന്താ? ഈക്വാലിറ്റി വിത്ത് ഗോഡ് ആണ്. ഈക്വാലിറ്റി വിത്ത് ഗോഡ് ആണ് കർത്താവ് എന്ത് ചെയ്തത്? വിട്ടിട്ട് ഇറങ്ങി വന്നത്. അത് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. തന്റെ എസൻഷ്യൽ ഫോം ഉപേക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഡൈറ്റ് ഉപേക്ഷിച്ചില്ല. പ്രിവിലേജസ് ആണ് ഉപേക്ഷിച്ചത്. പ്രിവിലേജസ് ആണ് ഉപേക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിവിലേജസ് ഉപേക്ഷിച്ച മനുഷ്യരിൽ പലരെയും നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? ചിലർ പറഞ്ഞു, എനിക്ക് ഇസഡ് സെക്യൂരിറ്റി ഗാർഡ് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ എനിക്ക് എന്നെ പ്രസിഡന്റിന് വേണ്ടിയുള്ള വലിയ ആ മുറി എനിക്ക് വേണ്ട, ആ ഓഫീസ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ദേ ആർ പ്രസിഡന്റ് ഓർ സ്റ്റിൽ ഹി ഈസ് ഇൻ ദാറ്റ് പൊസിഷൻ. he did not cling to the privileges he can have. അവിടെ ആയിരിക്കുമ്പോൾ തന്നെയുള്ള ആ പ്രിവിലേജ് വേണ്ടെന്ന് വെക്കുകയാണ്. ആ പ്രിവിലേജ് വേണ്ടെന്ന് വെക്കുകയാണ്. യേശു തന്റെ പ്രിവിലേജ് വേണ്ടെന്ന് വെച്ചു. ദൈവമാണ്, പക്ഷെ ആ ദൈവം എന്നുള്ളതിൽ ഉള്ള, ദൈവത്വത്തിലുള്ള പ്രിവിലേജസ് യേശു വേണ്ടെന്ന് വെച്ചു. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഓക്കെ, അതിന് കാരണമുണ്ട്. വെറുതെ വേണ്ടെന്ന് വെച്ചതല്ല കേട്ടോ. കർത്താവ് അങ്ങനെ വിട്ടുകളഞ്ഞതിന് കാരണമുണ്ട്. ഓക്കെ, ഞാൻ ആ തിയോളജിയൻസിന്റെ പേര് വീണ്ടും വ്യൂസ്റ്റ് എന്ന് പറയുന്ന തിയോളജിയൻ വീണ്ടും അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രീക്ക് വേർഡ് ട്രാൻസ്ലേറ്റ് റോബറി ആസ് എ ട്രഷർ ടു ബി ക്ലച്ച്ഡ് ആൻഡ് റിറ്റൈൻഡ് അറ്റ് ഓൾ ഹസാർഡ്സ്. എന്തു വന്നാലും തനിക്കുള്ള ആ ട്രഷറിനെ വിട്ടുകളയാതെ പിടിക്കുന്നതിനെയാണ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ബാക്കി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ട്രഷർ എന്ത് ചെയ്യത്തില്ല? വിട്ടുകളയത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണ്. ഫ്രാൻസിലോ മറ്റോ ഒരിക്കൽ വിപ്ലവം നടക്കുമ്പോഴേക്കും, മീൻസ് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ജനം വന്ന് ഗീവസ് എന്തുവാ, ഞങ്ങൾക്ക് ആഹാരം തരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയാത്ത രാജ്ഞി അവരോട് മറുപടി പറഞ്ഞെന്ന്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി കിടന്ന് വിലക്കുന്നത്? പോയി ബ്രെഡ് കഴിക്കൂ. നിങ്ങൾ എന്തിനാ ആഹാരത്തിന് വേണ്ടി കിടന്ന് കരയുന്നത്? കരയാതെ പോയി ബ്രെഡ് എടുത്ത് കഴിക്കാൻ. വൈ ആർ യു ക്രൈയിങ് ഫോർ ദ ഫുഡ്? ഗോ ആൻഡ് കൺസ്യൂം യുവർ ബ്രെഡ് ഓർ ഗോ ആൻഡ് ഈറ്റ് യുവർ ബ്രെഡ് എന്നാ പറഞ്ഞത്. പക്ഷെ അവർക്ക് എന്തില്ല? ബ്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ വന്ന് കിടന്ന് നിലവിളിക്കുന്നത്. ദാരിദ്ര്യത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഒരുപക്ഷെ ലിറ്ററലി അവർക്ക് ബ്രെഡ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ രാജ്ഞി ആ പദവി, തനിക്കുള്ള ട്രഷർ ഒന്നും വിട്ടുകളയുന്നില്ല, തനിക്കുള്ളതൊന്നും ഉപേക്ഷിക്കുന്നില്ല, തനിക്കുള്ളതെല്ലാം മുറുകെ പിടിക്കുക. ജനം പട്ടിണിയായാലും ദാരിദ്ര്യമായാലും അവരെന്ത് ബുദ്ധിമുട്ടിലൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാനൊന്നും വിട്ടുകളകയില്ല. എന്നാൽ യേശു എന്ത് ചെയ്തില്ല? തൻ്റെ ട്രഷർ ഒന്നും എന്ത് ചെയ്തില്ല? മുറുകെ പിടിച്ചില്ല. ഹല്ലേലൂയ. നമ്മെ ഓർത്ത് കർത്താവ് തനിക്കുള്ള പ്രിവിലേജ്, ട്രഷർ ഒന്നും മുറുകെ പിടിച്ചില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. To be equal with God, it was in that Jesus was trying to achieve equality with the Father. അങ്ങനെയും മനസ്സിലാക്കണം. അത് ആ രീതിയിലും കൂടെ ചിന്തിക്കണം. ഇവിടെ did not consider it robbery to be equal with God. അതാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിലെ പരിഭാഷ വരുന്നതുകൊണ്ടാണ് അത്രയും വിശദീകരണത്തിന്റെ ആവശ്യം വരുന്നത്. എന്തെങ്കിലും പിതാവിൽ നിന്ന് മോഷ്ടിച്ചെടുക്കാനല്ല യേശു ശ്രമിച്ചത്, പിടിച്ചു പറിക്കാനല്ല ശ്രമിച്ചത്. മനസ്സിലായോ? പിതാവായ ദൈവത്തോട് ഈക്വൽ ആകാൻ വേണ്ടി യേശു എന്ത് ചെയ്തില്ല? അതിനുവേണ്ടി ഒരു റോബറി ഒന്നും നടത്തുകയല്ല യേശു ചെയ്തത്. അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഹി ഹാഡ് ഇറ്റ് ആൻഡ് ചോസ് നോട്ട് ടു ക്ലിങ് ടു ഇറ്റ്. യേശുവിന് ഓൾറെഡി അതുണ്ട്, ദൈവത്തോടുള്ള സമത്വമുണ്ട്. പക്ഷെ യേശു എന്താ തീരുമാനിച്ചത്? അതിന്റെ പ്രിവിലേജിൽ മുറുകെ പിടിക്കണ്ട എന്നാണ് യേശു തീരുമാനിച്ചത്. ജീസസ് ഡിവൈൻ നേച്ചർ വാസ് നോട്ട് സംതിങ് ഹി ഹാഡ് ടു സീക്ക് ഫോർ ഓർ അക്വയർ, ബട്ട് ഇറ്റ് വാസ് ഹിസ് ഓൾറെഡി. യേശുവിന്റെ ദൈവത്വം എന്ന് പറയുന്നത്, ഡൈറ്റി എന്ന് പറയുന്നത്, ആ ദൈവിക സ്വഭാവം, ദൈവിക രൂപം എന്ന് പറയുന്നത്, അത് എന്തെങ്കിലും യേശുവിന് അന്വേഷിച്ച് കണ്ടെത്തി സ്വന്തമാക്കാൻ വേണ്ടിയിരുന്ന ഒന്നല്ല. അതിന്റെ ആവശ്യമില്ല. കാരണം യേശുവിന് അത് ഓൾറെഡി
ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലൈറ്റ്ഫുഡ് മറ്റൊരു വലിയ തിയോളജിയനാണ്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: that was not a prize which must not slip from his grasp, a treasure to be clutched and retained at all hazards. Jesus was willing to let go of some of the prerogatives of deity to become a man. അപ്പോൾ യേശുവിന് ഈ തനിക്കുള്ള ഇത് ഒരു പ്രൈസ് എന്നതുപോലെ ചെന്ന് അത് തൻ്റെ കയ്യിൽ നിന്ന് താൻ നേടിയെടുത്ത ഒരു സമ്മാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മുറുകെ പിടിക്കുക എന്നുള്ള ആശയത്തിലല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച അധ്വാനം, ഒരു വീട് വാങ്ങി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കുറെ കഠിനാധ്വാനം ചെയ്യുന്നു. ആ ആശയത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിന് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് മുറുകെ പിടിച്ചേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം യേശുവിന് ഓൾറെഡി അത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ക്രൈസ്റ്റ് വാസ് ഈക്വൽ വിത്ത് ഗോഡ്. പുതിയ നിയമം പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് യേശു ആരായിരുന്നു? ഈക്വൽ വിത്ത് ഗോഡ്, ദൈവത്തോട് അവിടുന്ന് സമനായിരുന്നു എന്ന് നമുക്ക് പുതിയ നിയമത്തിൽ പല വാക്യങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ 5:18, ജോൺ ചാപ്റ്റർ 5:18, അവിടെ യേശുവിനെ കുറിച്ച് ദൈവം എൻ്റെ പിതാവെന്ന് യേശു പറഞ്ഞപ്പോൾ മറ്റുള്ളവർ യഹൂദന്മാർ യേശുവിനെ എറിയാൻ കല്ലെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം? അവിടെ പറയുന്നു യേശു തന്നെത്താൻ പിതാവിനോട് സമനാക്കി, അതിലൂടെ അവൻ തന്നെത്താൻ ദൈവം എന്ന് വരുത്തി തീർക്കുകയായിരുന്നു, അല്ലെങ്കിൽ പറയുകയായിരുന്നു എന്ന് ചിന്തിച്ചാണ് അവര് യേശുവിനെ എറിയാനായിട്ട് കല്ല് എടുത്തത് എന്ന് നമുക്ക് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 5:18, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്. സോറി, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ വിഷയം ഇതിനകത്തല്ല, അടുത്ത ഭാഗം, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും. ഇത് തന്നെ വ്യക്തമാണ്. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോഴും യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. ദൈവം എൻ്റെ പിതാവ് എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാർ എങ്ങനെയാ മനസ്സിലാക്കിയത്? അവൻ ദൈവമാണ്, ദൈവത്തോട് സമമാക്കി എന്നാ യഹൂദന്മാർ മനസ്സിലാക്കി. യഹൂദന്മാർ നോക്കിയപ്പോൾ യേശുവിന്റെ എക്സ്പ്രഷൻ അല്ലേ കാണുന്നത്, മനുഷ്യരൂപമല്ലേ കാണുന്നത്, അല്ലെങ്കിൽ മനുഷ്യർ ഭൂമിയിൽ നിന്ന് യേശുവിനെ നോക്കുമ്പോൾ മനുഷ്യരൂപമാണ് കാണുന്നത്. പക്ഷെ യേശു എന്തോ പറഞ്ഞു? ദൈവം എൻ്റെ പിതാവ് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർ അതിനെ എന്താ കണ്ടത്? ദൈവദൂഷണം പറയുകയാണ്, അവനെ ദൈവത്തോട് സമനാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു പോന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നമുക്ക് സമാനമായ ചിന്ത കാണുവാനായിട്ട് കഴിയുന്നു. 10-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം, ചാപ്റ്റർ 10:30, അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ആമേൻ. പിന്നെ അത് പറഞ്ഞ ഉടനെ യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ല് എടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നു, അവയിൽ ഏതു പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു? ജോൺ ചാപ്റ്റർ 5:30-33. നോക്കി, യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? ദൈവം ഞാനും പിതാവും ഒന്നാകുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവര് എന്ത് ചെയ്തത്? നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമേ എന്ന് പറഞ്ഞ് അത് അവർക്ക് ദൈവദൂഷണമായിട്ടാണ് അവര് കണക്കാക്കുന്നത്. അങ്ങനെയാണ് അവര് യേശുവിനെ എറിയാനായിട്ട് കല്ലെടുക്കുന്നത്. അപ്പോ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ, മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവമാണ് എന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങളാണിത്. യോഹന്നാന്റെ സുവിശേഷം എടുത്തുകൊണ്ടാണ് മറ്റു പലരും യേശു ദൈവത്തിന്റെ മകൻ മാത്രമാണ്, യേശുവിന്റെ പുത്രൻ മാത്രമാണ്, ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ് യേശു എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് പിതാവ് എന്നേക്കാൾ വലിയവൻ എന്നൊക്കെ യേശു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താ അത് അപ്പോ യേശു പിതാവ് ദൈവത്തെക്കാൾ താഴ്ന്നവനെന്ന് യേശു തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ യേശു എങ്ങനെ ദൈവമാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നത്
ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ മറ്റു പല വാക്യങ്ങളും എടുത്തുകൊണ്ടാണ്. നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ when our children go to school, I don't know here is it challenging in the schools, but നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുൻപ് ഞാൻ സൂക്ഷിച്ചിരുന്ന ചർച്ചിൽ നിന്ന് ചില കുഞ്ഞുങ്ങളൊക്കെ അവിടെ 12th വരെ പഠിച്ചിട്ട് ഗൾഫിൽ പഠിച്ചിട്ട് അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പഠനത്തിനായിട്ട് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പല ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ചില കുട്ടികളൊക്കെ ഇവരോട് വളരെ ക്യൂരിയസ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം എന്ന രീതിക്കാണ്. ഞങ്ങളുടെ അവിടെയാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ യേശുവിനെ സാക്ഷിക്കണം, യേശുവിനെ കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞ് അവർ വലിയ ആവേശത്തിലും തീഷ്ണതയിലും ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരാൾ വന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ ആരാധനയെക്കുറിച്ചൊന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്, സുവിശേഷം പറയാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഈ വരുന്ന പുള്ളി എല്ലാവരും അല്ല, ചില പുള്ളികൾ അവർ കൗശലത്തോടെയാണ് വരുന്നത്, ട്രിക്ക് ചെയ്യുകയാണ്. എന്താ ട്രിക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇവരെ കുറിച്ച് യേശു യോഹന്നാൻ അത് കഴിഞ്ഞ് പറയും, അത് യോഹന്നാൻ, നിങ്ങളുടെ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷം ഉണ്ടല്ലോ അതിനകത്ത് യേശു പറയുന്നുണ്ടല്ലോ, പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത്. അവരിതിന് ട്രെയിൻഡ് അല്ല. ഇതുപോലുള്ള ചോദ്യങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്തല്ല അവിടേക്ക് പോകുന്നത്. അവർക്കാകെ അറിയാവുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 വ്യക്തിത്വങ്ങളായി വെളിപ്പെടുന്ന ഏക ദൈവമാണ് ബൈബിളിലെ ദൈവം. ഇത്രേ അവർക്ക് അറിയാവൂ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് അപ്പോൾ യേശു പിതാവിനേക്കാൾ വലിയവനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ഇവർക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയും, അതിൻ്റെ അർത്ഥം യേശു ദൈവം അല്ലെന്നല്ലേ? ഈ രീതിയിൽ ചോദിച്ച് വാസ്തവത്തിൽ ഈ നല്ല കുഞ്ഞുങ്ങളെ ആകപ്പാടെ വിഷമത്തിലാക്കും. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഹോസ്റ്റലൊക്കെ പോയ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരൊക്കെ വലിയ ആൾക്കാരായി, പലരും കല്യാണമൊക്കെ കഴിഞ്ഞു. അവര് അവിടെ നിന്നുകൊണ്ട് ചോദിക്കും, പാസ്റ്ററെ ഈ ആദ്യത്തെ മെസ്സേജ് വരുമ്പോഴേ നമുക്കറിയാം, പാസ്റ്ററെ എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്, ഇതാണ് പേര്, ഇന്ന മതത്തിലാണ്, അപ്പോൾ എന്നോട് സുവിശേഷം കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാകും ഇത് ഏത് രീതിയിലുള്ള ആഗ്രഹമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവരുടെ ഉദ്ദേശം യേശു ദൈവമല്ല, യേശു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് പറയാനാണ് അവര് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യേശു ഇതേ സുവിശേഷത്തിൽ തന്നെയാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇവരെന്ത് ചെയ്യത്തില്ല, അത് നമ്മുടെ പിള്ളേർ ശ്രദ്ധിക്കത്തില്ല. ഇവരെ ആ ഭാഗത്തേക്ക് പോകാൻ സമ്മതിക്കത്തുമില്ല. നോക്കൂ, ദൈവത്തോട് സമനാക്കി എന്ന് യേശുവിൻ്റെ പ്രൈമറി ഓഡിയൻസ്, യേശുവിനെ നേരിട്ട് കേട്ട ഓഡിയൻസ്, അവരെന്താണ് യേശു പറഞ്ഞപ്പോൾ മനസ്സിലായത്? ഇവൻ പറയുന്നു ഇവൻ ദൈവമാണെന്ന്, ഇവൻ പറയുന്നു ഇവനും പിതാവും ദൈവവും ഒന്നാണെന്ന് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അപ്പൊ എന്താണ് പ്രൈമറി ഓഡിയൻസ്, ഫസ്റ്റ് ഹാൻഡ് ഹിയറേഴ്സ് എന്താണ് മനസ്സിലാക്കിയത്? അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ യേശു അവരോട് സംസാരിച്ചത്. 500 വർഷത്തിന് ശേഷം പിന്നീട് പലതും വളച്ചു കെട്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെയുള്ള തൊങ്ങലും പഠിപ്പും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവം അതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈബിളിനെ ചലഞ്ച് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, വിഷമവൃത്തത്തിലാകുകയാണ്. ഹല്ലേലൂയ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം, അവരോട് പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് നിങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ആശയത്തെക്കുറിച്ച്, അതിലെന്താ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ദൈവത്തിന്റെ കൽപ്പനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ വെട്ടിലാകും. അപ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചും കുറച്ച് അറിവുണ്ട് എന്ന് അവർക്ക് തോന്നിയാൽ തന്നെ പകുതി യുദ്ധം നമ്മൾ ജയിച്ചതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനുശേഷം നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിൽ കൗണ്ടർ ചെയ്യാം. കാരണം നമുക്ക് അഥവാ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പ്രിപ്പയർ ആകാൻ, പഠിക്കാൻ സമയം വേണമെന്ന് തോന്നിയാലും ഒരു ഗ്യാപ്പ് കിട്ടാനായിട്ട് ഈ രീതിയിൽ ഒരു അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എനിവേ, പക്ഷേ വിഷയം അതല്ല. നമ്മുടെ ദൈവമല്ലെന്ന് പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യും? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് ദൈവം കൃപ തരട്ടെ, ഇത് മനസ്സിലാക്കാനുള്ള വെളിപ്പാട് തരട്ടെ, ഞാനും പണ്ടിങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോരും. പക്ഷെ അവരങ്ങനല്ല. അവരുടെ ദൈവം അല്ലെന്ന് പറഞ്ഞാൽ അടുത്ത അവൻ്റെ
പോക്കറ്റിൽ പലതും കാണും. നമ്മൾ ഓടേണ്ടി വരും. ഓടിയാലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മൾ ജീവനോടിരുന്നാലേ സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട്, എന്നാൽ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മതയോടെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം നമുക്ക് പരിജ്ഞാനവും കൃപയും തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ വിഷയത്തിൽ നമുക്ക് മടങ്ങി വരാം. യേശു തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ യേശു വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ ദൈവമാണ്, ദൈവത്തിന് സമനാണ്, അല്ലെങ്കിൽ ദൈവവും പിതാവും ഞാനും ഒന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു എന്ത് ചെയ്തില്ല? യേശു ആ ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദാറ്റ് ഈക്വാലിറ്റിയെ മുറുകെ പിടിച്ചില്ല. ഹല്ലേലൂയ. ദോ in essence he is God, or when he appeared in the human form, still he is God. He did not cling to the outward manifestation of that equality of divinity or equality of Godhead. പിതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുറമേയുള്ള ആ ഈക്വാലിറ്റിയെ, ആ സമത്വത്തെ യേശു എന്ത് ചെയ്തില്ല? മുറുകെ പിടിച്ചില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ദൈവമാണ്. അവൻ നിത്യതയിൽ ദൈവമാണ്, നിത്യതയിൽ ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ എഴുതുന്നത് എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെയും പരിഭാഷകർ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും മനോഹരമായി ആശയം അതുപോലെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ആയിരുന്നു, വാസ്. ഹല്ലേലൂയ. വാസ് വിത്ത് ഗോഡ്, വാസ് ഗോഡ്. ദ വേർഡ് വാസ് വിത്ത് ഗോഡ്, ദ വേർഡ് വാസ് ഗോഡ്. ആയിരുന്നു. ആമേൻ. അവിടെ മലയാളത്തിലെ ഇടയ്ക്ക് പോപ്പുലറായ ഒരു പാട്ട്, അതിൽ ദൈവശാസ്ത്രപരമായ ഒരു എറർ ഉണ്ട്. ഞാൻ പാട്ടുകളെ അങ്ങനെ വിമർശിക്കുന്നില്ല, പക്ഷെ ആ പാട്ട് തിയോളജിക്കൽ എറർ ആയതുകൊണ്ട് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൽ ഇങ്ങനെയാണോ തുടങ്ങുന്നത്? ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ് പാടിയതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ദൈവശാസ്ത്ര വിഷയങ്ങൾ പാടുമ്പോൾ പാട്ടുകാരന്റെ ധർമ്മത്തിനൊത്തു പാടാനായിട്ട് പറ്റത്തില്ല. സാധാരണഗതിയിൽ പറയുന്നത് അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപാരമായ അനന്തമായ കാവ്യലോകത്ത്, കവിതയുടെ പദ്യത്തിന്റെ കാവ്യലോകത്ത് കവിയാണ് രാജാവ്. കവിക്ക് ഇഷ്ടമുള്ളതുപോലെ കവിധർമ്മം അനുസരിച്ച് അദ്ദേഹത്തിന് വാക്കുകൾ നീട്ടാം, കുറുക്കാം, പുതിയ വാക്ക് സൃഷ്ടിക്കാം, ഉള്ള വാക്കിനെ പകുതി കൊണ്ട് നിർത്താം. എന്ന് പറഞ്ഞാൽ താളം, രാഗം ഇതിലേതെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ, വൃത്തം ഒപ്പിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് മീറ്റർ ഒപ്പിക്കാനായിട്ട് വേണമെങ്കിൽ എന്തും കവിക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്രമാണം കവികൾക്ക് മാത്രം കൊടുത്തിട്ടുണ്ടെന്നാണ് സാഹിത്യ ലോകത്ത് പറയുന്നത്. പക്ഷേ ദൈവശാസ്ത്ര വിഷയങ്ങൾ പാടുമ്പോൾ അത് എല്ലാം അങ്ങനെ ഈസിയായി വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പാട്ടിലെ വലിയൊരു തിയോളജിക്കൽ എററാണ് ആദിയിൽ വചനം ഉണ്ടായി എന്ന് പറഞ്ഞു നിർത്തുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് യേശുവിന്റെ ഇറ്റേണൽ പാസ്റ്റ് എക്സിസ്റ്റൻസിനെ, ഇറ്റേണൽ പ്രീ എക്സിസ്റ്റൻസിനെ കാണിക്കുന്നതാണ്. ബിക്കോസ് ഹി ഈസ് ഗോഡ്, there is no time in past or in history that he was not there. കാലത്തിൽ, മുൻകാലത്തിലേക്ക് പോയാൽ, പുരാതന കാലത്തേക്ക് പോയാൽ, പാസ്റ്റ് എറ്റേണിറ്റിയിലേക്ക്, നിത്യതയിലേക്ക് പോയാൽ യേശു ഇല്ലാതിരുന്നൊരു കാലമില്ല. ഹി വാസ് ദെയർ ഫോർ എവർ. ഹല്ലേലൂയ. അപ്പോൾ ഉണ്ടായിരുന്ന വചനം എന്ത് ചെയ്തു? കാലത്തിലേക്ക് ഒരു വേഷപ്പകർച്ച, ഒരു അഡീഷൻ എടുത്തു. ഒരു രൂപം അഡീഷണലായിട്ട്, പുതുതായിട്ടൊരു രൂപം കൂടെ എടുത്തു. പക്ഷെ എന്ത് ചെയ്തു? ആ ഡൈറ്റിയുടെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് ഒഴിഞ്ഞു വച്ചിട്ടാണ് വന്ന് പുതിയൊരു അഡീഷൻ കൂടെ എടുത്തത്, പുതിയൊരു രൂപം എടുത്തത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു. He was God. He was divine. His deity was forever. He did not denied or lost his divinity at any time, but the outward expression of that divinity he left and came down to the earth with a new addition as the form of bond servant. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ വരുമ്പോഴേക്കും തൽക്കാലം ഇന്ന് നമ്മുടെ ബൈബിൾ സ്റ്റഡി ഇവിടെ നിർത്തുകയാണ്.
ഇപ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും തല ചൂടാകുന്ന പോലെയൊക്കെ തോന്നിയെങ്കിൽ അത് സാധാരണ കാര്യം മാത്രമാണ്. കാരണം വളരെ പ്രയാസമുള്ള ദൈവശാസ്ത്രകാരന്മാരുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാസേജ് ആണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദൈവശാസ്ത്രപരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാസേജ് ആണ്. ഇതിന് എന്തുകൊണ്ട് കെനോട്ടിക് പാസേജ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് അടുത്ത ക്ലാസ്സിന് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. വൈ ദിസ് പാസേജ് ഈസ് കോൾഡ് കെനോട്ടിക് പാസേജ് ഓർ കെനോസിസ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിന് ചിന്തിക്കാം. അതുവരെ ഈ വചനം വീണ്ടും വായിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. നമുക്ക് ദൈവവചനത്തിൽ കൂടുതൽ ആത്മാവിൻ്റെ നിയോഗത്തോടെ അറിഞ്ഞ് നിലനിന്ന് വളരാം. നമ്മുടെ അറിവിനെ ചീർപ്പിക്കാനല്ല, ആത്മീയ വർധനവിനായിട്ട്. എനിക്ക് കുറേ കാര്യം അറിയാം എന്ന് പറയാനല്ല, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന്, സ്പിരിച്വൽ നരിഷ്മെന്റിന്, ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിന്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന്, ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിന് ഒക്കെ അത് സഹായകരമായി തീരട്ടെ. ആമേൻ. ശ്രദ്ധയോടെ ഇത് കേൾക്കാൻ കർത്താവ് കൃപ തന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.